കാലവർഷം ശക്തമായതോടെ വെള്ളക്കെട്ടിലായി മനക്കൊടി പുള്ള് റോഡ്. അധികൃതരുടെ ഗതാഗത നിരോധനം അവഗണിച്ച് വാഹനയാത്രികർ. ശക്തമായ മഴയെ തുടർന്ന് മനക്കൊടി പുള്ള് റോഡ് കനത്ത വെള്ളക്കെട്ടിലായി. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. മനക്കൊടി പുള്ള് റോഡിൽ 3 ഇടങ്ങളിൽ വെള്ളം കവിഞ്ഞൊഴുകുന്ന സ്ഥിതിയാണുള്ളത്. റോഡിന്റെ ചില ഭാഗങ്ങളിൽ 1.5 അടിയോളം വരെ ഉയരത്തിൽ വെള്ളക്കെട്ടുണ്ട്. റോഡിന്റെ ഉയരക്കുറവ് മൂലമാണ് എല്ലാ വർഷവും പതിവായി വെള്ളം കവിഞ്ഞൊഴുകുന്നത്. 5 മുറി കോൾപ്പടവിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചീപ്പ് പൊളിച്ച വെള്ളം വാരിയംകോളിലേക്ക് ഒഴുക്കിവിട്ടു. ഇവിടെ നിന്നുള്ള വെള്ളം മറ്റു പടവുകൾ വഴി പെരുമ്പുഴ പാടശേഖരത്തിലാണ് ഒഴുകിയെത്തുക. ഇവിടെ നിന്ന് മണലൂർ പടവിലേക്ക് വെള്ളം പോകാനുള്ള സൌകര്യത്തിനായി 6-ാം കല്ല് പെരുമ്പുഴ കുഞ്ഞിപ്പാലത്തിന് സമീപത്തെ ചാലും തുറന്നു. തോട്ടുപുര പടവിലെ ചാലും തുറക്കേണ്ട അവസ്ഥയിലാണ്. വാരിയംകോളിലും 5 മുറി പടവിലും ലക്ഷങ്ങളുടെ മത്സ്യകൃഷിയാണ് നടന്നുവന്നിരുന്നത്. 5 മുറി പടവിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നതോടെ മനക്കൊടി പ്രദേശത്ത് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പടവുകളിൽ നിന്ന് നീരൊഴുക്ക് സുഗമമാക്കിയെങ്കിലും കരുവന്നൂർ പുഴയിൽ നിന്ന് കൂടുതൽ വെള്ളം എത്തിയാൽ ഇതുവഴിയുള്ള യാത്ര അപകടകരമാകും. മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ച ഇതുവഴി യാത്ര ചെയ്യുന്ന പലരും വാഹനമടക്കം വെള്ളത്തിൽ കുടുങ്ങുന്ന സ്ഥിതിയും പതിവായിരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് മനക്കൊടി പുള്ള് റോഡിലൂടെ തൃപ്രയാറിലേക്ക് 9 കിലോമീറ്റർ ദൂരം ലാഭിക്കുന്നത് കണക്കിലെടുത്ത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. മനക്കൊടി പുള്ള് റോഡിന് മധ്യഭാഗത്തുനിന്ന് ശാസ്താം കടവ് വഴി കോടന്നൂരിലേക്കുള്ള റോഡും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്.